Welcome, my dear students. First of all, I like to remind you to click the subscribe button and the bell icon so that you will get the notifications whenever new videos are uploaded. If you need the notes related to this class, click the link which is displayed just below the video, and the link is not displayed, click the chapter heading. After clicking the link, the notes will be displayed on the screen. And to download the notes, click the download icon which is at the top right corner of the screen. In the previous classes, you learned the basic concepts of partnership accounting. And we have already completed 2 chapters. And the next chapter, third chapter, is reconstitution of partnership firm. Admission of a partner. In this class, you are going to learn the introduction to reconstitution of partnership firm, admission of a partner. Let us see. നമുക്ക് നോക്കാം റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം മീനിങ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ക്രിയേഷൻ ഓഫ് ആൻ എഗ്രിമെൻറ്റ്. അതൊരു എഗ്രിമെൻ്റ് ബേസിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ എഗ്രിമെൻറ്റ് പുതുക്കേണ്ടി വരികയാണെങ്കിൽ, മാറ്റി മറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ അതിനാണ് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കേസിൽ ഇപ്പോഴും നിലവിലുള്ള എഗ്രിമെൻ്റ് ഇല്ലാതാവുകയും പുതിയൊരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നില്ല. ബിസിനസ് സാധാരണ പോലെ അതേപോലെ പ്രവർത്തനം തുടരുന്നു. പക്ഷേ എഗ്രിമെൻ്റ് പഴയ എഗ്രിമെൻ്റ് ഇല്ലാതാവുകയും അതിന് പകരം പുതിയ എഗ്രിമെൻ്റ് വരികയും ചെയ്യുന്നു. നോക്കാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം മീനിങ്. എനി ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് amounts to reconstitution of the partnership firm or dissolution of partnership. This results in an end of the existing agreement and a new agreement is created. However, the firm continues. ഇപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് അവിടെ ഇല്ലാതാവുന്നു, പകരം പുതിയ എഗ്രിമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നില്ല. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. എന്തൊക്കെ അവസരങ്ങളിലാണ് ഈ അഗ്രിമെൻ്റ് പുതുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്? Reconstitution of a partnership firm usually takes place in any of the following ways. First one, admission of a new partner. ഒരു പുതിയ വ്യക്തിയെ പാർട്ട്ണറായിട്ട് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എഗ്രിമെൻറ്റ് പഴയ പാർട്ട്നേഴ്സ് മാത്രം ചേർന്നിട്ടുള്ള എഗ്രിമെൻ്റാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പുതിയ പാർട്ട്ണറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ഉദാഹരണത്തിൽ പറഞ്ഞാൽ നേരത്തെ 2 പാർട്ട്നേഴ്സ് ചേർന്ന് ബിസിനസ് നടത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ 2 പേര് ചേർന്നിട്ടുള്ള എഗ്രിമെൻ്റ് അവിടെ ഇല്ലാതാവുകയും 3 പേര് ചേർന്നിട്ടുള്ള പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യണം. ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമാണ്. നെക്സ്റ്റ് വരുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഇപ്പോഴുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും കാരണവശാൽ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് മതിയാക്കി വെളിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനാണ് പറയുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ 3 പേര് ചേർന്നിട്ട് ഇപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ 3 പേര് ചേർന്നിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. അതിൻ്റെ അകത്ത് ഒരാൾ ബിസിനസ് വിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 2 പേര് ചേർന്നിട്ടുള്ള പുതിയ എഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അടുത്തത് ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ്, പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അങ്ങനെ അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പായിട്ട് മാറും. പിന്നെ വരുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സ് ഒന്നും മാറുന്നില്ല, നേരത്തെയുള്ള പാർട്ട്നേഴ്സ് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുകയാണ്. അപ്പോൾ എഗ്രിമെൻ്റ് പ്രകാരം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ ആ എഗ്രിമെൻ്റ് തന്നെ പുതുക്കണം. അപ്പോൾ അങ്ങനെ എഗ്രിമെൻ്റ് പുതുക്കുകയാണെങ്കിൽ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ എഗ്രിമെൻ്റ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എഗ്രിമെൻ്റ് പുതുക്കുമ്പോൾ അതും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അടുത്തത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ.
അപ്പോൾ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വ്യക്തിയെ പാർട്ണറായിട്ട് പാർട്ണർഷിപ്പ് ഫേമിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. അക്കോർഡിംഗ് ടു ദി പാർട്ണർഷിപ്പ് ആക്ട് 1932, a new partner can be admitted into the firm only with the consent of all the existing partners. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഏതെങ്കിലും ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതെല്ലാ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയൊരാളെ ബിസിനസ്സിലേക്ക് പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സ് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ പുതിയൊരാളെ പാർട്ണറായിട്ട് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദി ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ ഈസ് കോൾഡ് ഇൻകമിംഗ് പാർട്ണർ ഓർ ന്യൂ പാർട്ണർ. അപ്പോൾ ഏത് വ്യക്തിയെയാണോ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് പറയുന്നത് ഇൻകമിംഗ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ എന്ന് പറയുന്നത്. റൈറ്റ്സ് ഓഫ് ഇൻകമിംഗ് പാർട്ണേഴ്സ്. A newly admitted partner acquires two main rights in the firm. ഒരു വ്യക്തിയെ ബിസിനസ്സിൽ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾക്ക് രണ്ട് അവകാശങ്ങൾ ലഭിക്കുന്നതാണ്. ആ അവകാശങ്ങൾ അയാൾക്ക് ലഭിക്കുന്ന ആ പുതിയ പാർട്ണറായ ഇൻകമിംഗ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർക്ക് ലഭിക്കുന്ന ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം. ഒരു പാർട്ണർ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ്സിലുള്ള അസറ്റിൻ്റെ ഒരു പങ്കിന് ഇയാൾക്ക് അവകാശമുണ്ട്. അതുവരെയുള്ള ആ സമയത്ത് ബിസിനസ്സിൽ എന്തൊക്കെ അസറ്റുകളാണുള്ളത് ആ അസറ്റിൻ്റെ ഒരു അവകാശം ഇയാൾക്ക് കൂടി പുതിയ പാർട്ണർക്ക് കൂടി ഉള്ളതാണ്. അടുത്തത്, റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ബിസിനസ്സിന് ഇനി ഭാവിയിൽ ലഭിക്കുന്ന ലാഭം, ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് പുതിയ പാർട്ണർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന്, ബിസിനസ്സിൻ്റെ അസറ്റിൽ അവകാശം ഉണ്ടാവും. രണ്ട്, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റിലും അവകാശം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് അവകാശങ്ങളും പുതിയ പാർട്ണർക്ക് ലഭിക്കുമ്പോൾ പുതിയ പാർട്ണർ സംതിങ് ബിസിനസ്സിന് അല്ലെങ്കിൽ പഴയ പാർട്ണർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഫോർ ഗെറ്റിംഗ് ദി റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം ദി ന്യൂ പാർട്ണർ ബ്രിങ്സ് ആൻ അഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ പുതിയ പാർട്ണർക്ക് ബിസിനസ്സിൻ്റെ അസറ്റിൽ ഒരു ഷെയർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റിലൊരു ഷെയർ കിട്ടുന്നതിന് പകരമായിട്ട് പുതിയ പാർട്ണർ അവർ അഗ്രി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ ക്യാപിറ്റൽ പുതിയ പാർട്ണർ കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നത് ബിസിനസ്സിൻ്റെ അസറ്റിലൊരു പങ്ക് കിട്ടുന്നതിന് പകരമായിട്ടാണ്. അതുപോലെ തന്നെ ഫോർ ദി റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം ദി ന്യൂ പാർട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഓർ പ്രീമിയം. രണ്ടാമത്തെ അവകാശമായ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ഒരു ഷെയർ കിട്ടും എന്ന് പറയുന്ന അവകാശം, ഈ അവകാശത്തിന് പകരമായിട്ട് പുതിയ പാർട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രീമിയം ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. പുതിയ പാർട്ണർക്ക് രണ്ട് തരത്തിലുള്ള അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് പകരമായിട്ട് പുതിയ പാർട്ണർ ക്യാപിറ്റലും കൊണ്ടുവരണം, ഷെയർ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രീമിയം കൂടി കൊണ്ടുവരണം. അടുത്തത്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ്. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സെക്കൻഡ്, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ. തേർഡ്, വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഫോർത്ത്, റീവാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഫിഫ്ത്ത്, distribution of accumulated profits, reserves and losses. Adjustment of partners' capitals. ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും മുന്നേ നമുക്ക് ഒരു കഥ പറയാം. എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ. എങ്കിൽ നമുക്ക് കഥയിലൂടെ തന്നെ അക്കൗണ്ടൻസി പഠിക്കാം. ഇന്ന് പറയാൻ പോകുന്ന കഥ ആനകളുടെ കഥയാണ്. കഥയുടെ പേര് കേശവന്റെ ബുദ്ധി. പണ്ട് ഒരു വീട്ടിൽ ഒരച്ഛനും 3 മക്കളും ഉണ്ടായിരുന്നു. ആ അച്ഛന് വളരെയേറെ ആനകൾ ഉണ്ടായിരുന്നു. അച്ഛൻ കരുതി തൻ്റെ കാലശേഷം ഈ ആനകളെയൊക്കെ നോക്കി നടത്തേണ്ടത് തൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ
ഓരോ മക്കൾക്കും എത്രമാത്രം ആനകളെ കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കാമെന്ന് കരുതി. അങ്ങനെ അച്ഛൻ അന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് തൻ്റെ മൂത്ത മകനായ അപ്പുവിന് ടോട്ടൽ ആനകളുടെ പകുതി ആനകളെ 1/2 ആനകളെ അപ്പുവിന് കൊടുക്കണം എന്ന് എഴുതി. അതുപോലെ തന്നെ അതിൻ്റെ ഇളയ മകനായ ബാലുവിന് 1/3 ആനകളെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു. 3 ആനകളുണ്ടെങ്കിൽ ഒരാനേനെ ബാലുവിന് കൊടുക്കണം. അതിന് ഏറ്റവും ഇളയ മകനായ ചന്തുവിന് 1/9 ആനകളെ കൊടുക്കാനാണ് എഴുതി വെച്ചത്. 9 ആനകളുണ്ടെങ്കിൽ ഒരാനയെ ചന്തുവിന് കൊടുക്കണം. ഇത്രയാണ് എഴുതി വെച്ചത്. അപ്പൊ അപ്പുവിന് 1/2, ബാലുവിന് 1/3, ചന്തുവിന് 1/9. ഇങ്ങനെയാണ് എഴുതി വെച്ചത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ 3 മക്കളും കൂടി ഒത്തുചേർന്ന് ഈ ആനകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ആനകളുടെ എണ്ണം എത്രയുണ്ട് എന്ന് നോക്കി. അപ്പോൾ ആനകളുടെ എണ്ണം നോക്കുമ്പോൾ 17 ആനകളാണ് അപ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത മകൻ അപ്പു പറഞ്ഞു, എനിക്ക് ടോട്ടൽ ഉള്ള ആനകളുടെ പകുതി എനിക്ക് അവകാശപ്പെട്ടതാണ്, അതെനിക്ക് വേണം. ഇപ്പോൾ ഡിവൈഡ് ചെയ്തു. 17 ആനകളെ 1/2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ആണ്. അപ്പോൾ ആനയെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ 8.5 ആനയാണ് കൊടുക്കേണ്ടത്. 9 കൊടുക്കാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല, 8 എടുക്കാൻ അപ്പുവും സമ്മതമില്ല. അപ്പോൾ അവിടെ പ്രശ്നമായി. നെക്സ്റ്റ് ബാലുവിന് കിട്ടേണ്ടത് 1/3 ആണ്. അപ്പോൾ 17 ആനകളാണുള്ളത്. 17ന്റെ 1/3 നോക്കുമ്പോൾ കിട്ടുന്നത് 5.67 ആണ്. അപ്പോൾ 5.67 എന്ന് പറയുമ്പോൾ അവിടെയും പ്രശ്നമാണ്. 5 ആനകളെയും പിന്നെ ഒരാനയെ കട്ട് ചെയ്ത് കുറച്ചും കൊടുക്കണം. അവിടെ 6 ആനകളെ കൊടുക്കുമ്പോൾ അതും പ്രശ്നമാണ്. 5 ആനകളെ എടുത്തു എന്ന് പറയുമ്പോൾ അതും ബാലു തയ്യാറില്ല. അടുത്തത് ചന്തുവിന് കിട്ടേണ്ടത് 1/9 ആണ്. 17 ആനകളാണ് മൊത്തമുള്ളത്. അതിന്റെ 1/9 എന്ന് പറയുന്നത് 1.89 ആണ്. ഒരാനയും പിന്നെ 0.89. ഇപ്പൊ 3 പേരും തമ്മിൽ അവിടെ പ്രശ്നമായി, വഴക്കിടാൻ തുടങ്ങി. ആ സമയത്താണ് ആ നാട്ടിലുള്ള കേശവൻ എന്ന് പറയുന്ന ആള് ഇത് കണ്ടത്. കേശവൻ എന്ന് പറയുന്ന ആള് ആ വീട്ടിലേക്ക് കയറി ചെന്നു. 3 പേരുടെ കാര്യങ്ങൾ തിരക്കി. അതിനുശേഷം കേശവൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നാളെ ഈ പ്രശ്നം ഞാൻ രമ്യമായി പരിഹരിച്ചു തരാം. അപ്പൊ എന്തായിരിക്കാം കേശവന്റെ ബുദ്ധി എന്ന് മനസ്സിലായില്ല ആർക്കും. എന്നിരുന്നാലും പിറ്റേന്ന് രാവിലെ കേശവന്റെ വീട്ടിൽ ഒരാനയുണ്ടായിരുന്നു. അപ്പൊ കേശവന്റെ വീട്ടിലുള്ള ആ ആനയെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിൽ നേരത്തെ 17 ആനകൾ ഉണ്ടായിരുന്നു. അതിന്റെ അവസാനമായിട്ട് കേശവന്റെ ആനയും അവിടെ നിർത്തി. അപ്പോൾ ടോട്ടൽ 18 ആനകളായി. ഇനി കേശവൻ മൂത്ത മകനായ അപ്പുവിനെ വിളിച്ചു. അപ്പുവിനോട് പറഞ്ഞു, ഇപ്പോഴിവിടെ 18 ആനകളുണ്ട്. അപ്പുവിന് എത്രയായിരുന്നു വേണ്ടത്? 1/2 ആണ്. 18ന്റെ 1/2 എന്ന് പറയുമ്പോൾ 9 ആനകൾ. ആ 9 ആനകളെ അപ്പുവിന് നൽകി. അപ്പു സന്തോഷത്തോടു കൂടി 9 ആനകളെയും എടുത്ത് പോയി. നെക്സ്റ്റ് അടുത്ത മകനായ ബാലുവിനെ വിളിച്ചു. ബാലുവിനോട് പറഞ്ഞു, ബാലുവിന് എത്രയായിരുന്നു വേണ്ടത്? 1/3. ഇപ്പൊ 18ന്റെ 1/3 എത്രയാണ്? 6. അപ്പൊ ബാലുവിനോട് പറഞ്ഞു, അടുത്ത 6 ആനകളെ ബാലു കൊണ്ടുപോയി കൊന്നു. ബാലു സന്തോഷത്തോടു കൂടി 6 ആനകളെ കൊണ്ടുപോയി. ഇനി അവശേഷിക്കുന്നത് 3 ആനകളാണ്. അപ്പൊ ചന്തുവിനെ വിളിച്ചു. ചന്തു പറഞ്ഞു, എനിക്ക് 1/9 ആണ് വേണ്ടത്. ഇപ്പൊ 18ന്റെ 1/9 നോക്കുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പൊ ചന്തുവിനോട് പറഞ്ഞു, ആ 2 ആനയെ കൂടി എടുത്തു കൊണ്ടുപോയിക്കോ. അപ്പൊ അവിടെ ഒരാന ബാക്കി വന്നു. ആ ഒരാന എന്ന് പറയുന്നത് കേശവൻ കൊണ്ടുവന്ന ആനയായിരുന്നു. അപ്പൊ കേശവൻ കൊണ്ടുവന്ന ആനയെ കേശവൻ നേരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ 3 മക്കളും അപ്പുവും ബാലുവും ചന്തുവും സന്തോഷവാന്മാരായി. അതുപോലെ തന്നെ കേശവനും സന്തോഷം. കേശവന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഇവിടെ വന്നില്ല. കേശവൻ കൊണ്ടുവന്ന ആനയെ അതേപോലെ ഡിവിഷന് ശേഷം കേശവന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും പറ്റി. അപ്പൊ ഈ കഥയിൽ എങ്ങനെയാണ് കേശവൻ കൊണ്ടുവന്ന ആന തിരികെ കേശവൻ അതേപോലെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത്? ഈ കണക്ക് എങ്ങനെ
സംഭവിച്ചു എന്നുള്ളത് സ്വയം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ഫോർ ആഡിങ് ഫ്രാക്ഷൻസ്. ഫസ്റ്റ് 1/4 + 1/4. 1/4ഉം 1/4ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ താഴെ തന്നിരിക്കുന്നത് ഡിനോമിനേറ്റേഴ്സാണ്, മുകളിലുള്ളത് ന്യൂമറേറ്റേഴ്സ്. അപ്പോൾ എപ്പോഴും ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ അഡീഷനോ സബ്ട്രാക്ഷനോ നടത്താൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴോ ഡിഡക്റ്റ് ചെയ്യുമ്പോഴോ ഡിനോമിനേറ്ററായി തന്നിരിക്കുന്ന ഫിഗേഴ്സ് സെയിം ആയിരിക്കണം. അല്ല എങ്കിൽ ആഡ് ചെയ്യാനോ ഡിഡക്റ്റ് ചെയ്യാനോ പാടില്ല. അത് ഫസ്റ്റ് കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തത്, നമ്മൾ ആഡ് ചെയ്യുമ്പോഴോ ഡിഡക്റ്റ് ചെയ്യുമ്പോഴോ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യാനോ ഡിഡക്റ്റ് ചെയ്യാനോ പാടില്ല. എല്ലാറ്റിനും സെയിം ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ അതേ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് നമ്മൾ എടുത്തെഴുതുക. എന്നിട്ട് ന്യൂമറേറ്റർ മാത്രം, മുകളിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് മാത്രമേ ആഡ് ചെയ്യാനോ ഡിഡക്റ്റ് ചെയ്യാനോ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ 1/4 + 1/4, ഡിനോമിനേറ്റർ രണ്ടും 4 ആണ്, സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വേഗം ആഡ് ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. രണ്ടും 4 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം 4 ഡിനോമിനേറ്ററായിട്ട് എഴുതുക. ന്യൂമറേറ്ററിൽ നേരത്തെ തന്നിരിക്കുന്ന 1 + 1, 1/4 + 1/4 അല്ലേ, അതിൻ്റെ 1 + 1. ഇവിടെ ആൻസറായിട്ട് വരുന്നത് 2/4. അതിന് നമ്മൾ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഫ്രാക്ഷൻസൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുക. അപ്പം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 1/2 വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 1/4. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 2ഉം 1 4ഉം ആണ്. അപ്പോൾ 2 തരത്തിലുള്ള ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആദ്യം ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം LCM കാണണം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ. അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന 2 4 ഇതുപോലെ എഴുതുക. അപ്പോൾ ഈ 2 4ൽ പോകുന്ന ഏത് അക്കമാണ് ഉള്ളതെന്ന് നോക്കും. 2 പോകും. ഇപ്പോൾ 2 എന്ന് ഇപ്പോഴത്തെ സൈഡിൽ എഴുതി. അതിനുശേഷം 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി, അതായത് ഇതിൻ്റെ താഴെ എഴുതി. പിന്നെ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2 എന്ന് ഇടത് വശത്ത് എഴുതി. അതിനുശേഷം അതിൻ്റെ താഴെ 1ൻ്റെ നേരെ 1 തന്നെ, അതിന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് 1 തന്നെ എഴുതുക. പിന്നെ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇപ്പോൾ താഴെ നമുക്ക് 1 1 എന്ന് വന്നു. ഇനി അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്നത് 2 × 2, ദാറ്റ് ഈസ് 4. 4 നമുക്ക് 4 നമ്മുടെ LCM ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1/2 + 1/4 എന്നുള്ളതിന് നമുക്ക് രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് 4 എന്ന് പറയുന്ന ഫിഗറിലേക്കാണ് എല്ലാം മാറ്റേണ്ടത്. അപ്പോൾ 1/4 എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന 1/2യെ 4ലേക്ക്, ഡിനോമിനേറ്റർ 4ലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2നെ 4ആക്കി മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ താഴെ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ അതിൻ്റെ വില മാറില്ല, സെയിം വിലയായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4ആയി മാറും. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പോൾ ഇവിടെ വരുന്നത് 1/2 × 2/2. 2/2 ഇട്ടത് ആ 1/2 എന്ന് പറയുന്ന 2യെ ഡിനോമിനേറ്റർ 2 എന്നുള്ളത് 4 ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. പ്ലസ് 1/4 ഈക്വൽ ടു 2/4. 1/2 × 2/2 എന്ന് പറയുമ്പോൾ 2/4 വന്നു. അപ്പോൾ 2/4 പ്ലസ് 1/4. അപ്പോൾ ഇപ്പം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി, 4 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 2 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 4 എന്ന് ഡിനോമിനേറ്റർ എഴുതി കോമൺ ആയിട്ട് ന്യൂമറേറ്റർ 2 ആഡ് ചെയ്യുക. 2 + 1 ദാറ്റ് ഈസ് 3/4 വരും. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം.
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം വരുന്നത് ആ എളുപ്പമുള്ള രീതിയിൽ സ്വീകരിക്കാം. അതിനു വേണ്ടിയാണ് രണ്ട് രീതിയും പറയുന്നത്. ഇപ്പോൾ 1/2 + 1/4 എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 2, 4 ആണ്. 1/2 + 1/4 ആണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2 × 4 8. ഇനി ന്യൂമറേറ്ററായിട്ട് എടുക്കേണ്ടത് ആദ്യത്തെ 1/2ൻ്റെ 1 ന്യൂമറേറ്ററും 1/4ൻ്റെ 4 എന്ന് പറയുന്ന ഡിനോമിനേറ്ററും 1ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 4 4 പ്ലസ് അടുത്തത് രണ്ടാമത്തേതിൻ്റെ ന്യൂമറേറ്ററും ആദ്യത്തേത് ഡിനോമിനേറ്ററും. അപ്പോൾ 1 × 2 ദാറ്റ് ഈസ് 2. ഇപ്പോൾ നമുക്ക് വരുന്നത് 4 + 2 / 8 ദാറ്റ് ഈസ് 6/8. 6/8നെ നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 3/4. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ ഇവിടെയും കിട്ടും. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണം പറയുന്നതിൽ ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് അഡീഷൻ നടത്താം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 1/4 + 1/4 + 1/4. അപ്പോൾ ഈ എക്സാമ്പിളിൽ 3 ഫ്രാക്ഷൻസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്, 4 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 4 എന്ന് എഴുതുക. ന്യൂമറേറ്റേഴ്സ് 3ഉം ആഡ് ചെയ്യുക. 1 + 1 + 1 ദാറ്റ് ഈസ് 3/4 വരും. ഇനി രണ്ടാമത്തത് 1/2 + 1/4 + 1/8. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് 3 തരത്തിലാണ്, 2, 4, 8. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം ഡിനോമിനേറ്റേഴ്സ് 3ൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെ ആക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അത് ഏത് ഡിനോമിനേറ്ററിലേക്കാണ് മാറ്റേണ്ടത്, അതിൻ്റെ ലീസ്റ്റ് എമൗണ്ട് ഏതാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ LCM കാണും. അപ്പോൾ 2 LCM കാണാം. 2, 4, 8 ആദ്യം എഴുതി. അതാണ് 3 ഡിനോമിനേറ്റേഴ്സ് വരുന്നത്. അത് 3ഉം അവിടെ എഴുതി. ഇനി 3ലും പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2ൽ പോകുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1നെ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഏതാണോ അത് എഴുതുക. ഇപ്പോൾ 3നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ആദ്യം 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എഴുതി. എന്നിട്ട് അതിന് ശേഷം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടി, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 2 തന്നെ. അപ്പോൾ 1നെ 1 തന്നെ എഴുതുക, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എഴുതുക, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 എന്നുള്ള സ്ഥലത്ത് 1 തന്നെ എഴുതുക, പിന്നെ വരുന്ന 1 തന്നെ എഴുതുക, പിന്നെ വരുന്ന 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. ഇനി നമുക്ക് അതിൻ്റെ LCM കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എമൗണ്ടുകൾ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 2 ദാറ്റ് ഈസ് 8 വരും. അപ്പോൾ എല്ലാ ഡിനോമിനേറ്റേഴ്സും 8ലേക്ക് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്ന 1/2 എന്ന് പറയുന്നത് 8ലേക്ക് മാറ്റണമെങ്കിൽ, 8ആക്കി മാറ്റണമെങ്കിൽ 2 എന്ന് പറയുന്നതിനോട് 4 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 × 4/4. അപ്പോൾ നമുക്ക് 4/8 വരും. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ 4നെ 8ലേക്ക് മാറ്റണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/4 × 2/2. ഇനി 1/8 അതിൻ്റെ ഡിനോമിനേറ്റർ 8 തന്നെയാണ്. അപ്പോൾ അതിനെ ഇനി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരുന്നത് 1/2 × 4/4 ദാറ്റ് ഈസ് 4/8 പ്ലസ് 1/4 × 2/2 ദാറ്റ് ഈസ് 2/8 പ്ലസ് 1/8. ഇപ്പോൾ നമുക്ക് 3 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി കിട്ടി. ഇത് 3ൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക, 8 എന്ന് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ന്യൂമറേറ്റർ 3ഉം പ്രത്യേകം ആഡ് ചെയ്യുക. 4 + 2 + 1 ദാറ്റ് ഈസ് 7/8. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ 1/2 + 1/4 ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ട് പ്ലസ് 1/8 ചെയ്യാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കാം. 1/2 + 1/4. ആദ്യം ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 2, 4 ആണ്. അപ്പോൾ 2 × 4 8. 8 നമ്മൾ ആദ്യം എഴുതുക ഡിനോമിനേറ്റർ ആയിട്ട്. അതിൻ്റെ മുകളിൽ
ന്യൂമറേറ്ററായിട്ട് വരുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ആദ്യത്തേതിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തേതിൻ്റെ ഡിനോമിനേറ്ററും 1 into 4 4 പ്ലസ് രണ്ടാമത്തേതിൻ്റെ ന്യൂമറേറ്ററും ആദ്യത്തേതിൻ്റെ ഡിനോമിനേറ്ററും 1 into 2 ദാറ്റ് ഈസ് 2. അപ്പോൾ 4 plus 2 divided by 8. ഇനി അതിനോട് നമുക്ക് എന്ത് ചെയ്യണം? 1/8 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 4 plus 2 divided by 8 plus 1/8. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ എല്ലാം ഇനി 8 അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതാം 8. ന്യൂമറേറ്റർ എഴുതുക 4 plus 2 plus 1 ദാറ്റ് ഈസ് 7/8 വരും. ഇനി അടുത്തത് ഒന്നുകൂടി നോക്കാം. 1/4 plus 1/3 plus 1/6. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് 4, ഒന്ന് 3, ഒന്ന് 6. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആദ്യം ഈ 3 ഏത് എമൗണ്ടിലേക്ക് ഏത് ഫിഗറിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ഏതാണെന്ന് LCM നമ്മൾ കാണും. അതിനുശേഷം എല്ലാ ഡിനോമിനേറ്റേഴ്സും ആ ഫിഗറിലേക്ക് നമ്മൾ മാറ്റുക. അപ്പോൾ നമുക്ക് LCM കാണാൻ വേണ്ടിയിട്ട് ആദ്യം എഴുതുക 4, 3, 6. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് പോകുന്നത് 2 പോകും. അപ്പോൾ 2 രണ്ടെണ്ണത്തിൽ പോകും, എല്ലാറ്റിലും പോകണമെന്നില്ല, പോകുന്നത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 2 എഴുതുക ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ 4 divided by 2 4 ഹരിക്കണം 2 എന്ന് പറയുന്നത് 2 വരും. 3ൻ്റെ അകത്ത് ഹരിക്കാൻ വേണ്ടി പറ്റില്ല ഡയറക്റ്റായിട്ട്, അതുകൊണ്ട് തന്നെ 3 തന്നെ എഴുതുക. 6 ഹരിക്കണം 2 3. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. 3യെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഹോൾ നമ്പറിൽ പോവില്ല, അതുകൊണ്ട് 3 തന്നെ എഴുതുക. 3 അതേപോലെ 3 മാറ്റി എഴുതുക. ഇനി 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 എന്നുള്ളെടുക്കുക 1 തന്നെ എഴുതുക. 3 എന്നുള്ളെടുക്കുക 3 divided by 3 1. പിന്നെ വീണ്ടും 3 divided by 3 1. ഇനി LCM എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന എമൗണ്ടുകൾ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 into 3 അപ്പോൾ 12 വരും. അപ്പോൾ എല്ലാ ഡിനോമിനേറ്റേഴ്സും നമ്മൾ 12ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇനി ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇനി 12ലേക്ക് മാറ്റാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നോക്കും. അപ്പോൾ ആദ്യം വരുന്നത് 1/4. അപ്പോൾ 4നെ 12 മാറ്റണം. 4നെ 12 മാറ്റാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4 into 3/3. 1/4 into 3/3 എന്ന് പറയുമ്പോൾ 3/12 വരും. പിന്നെ അടുത്തത് 1/3 ആണ്. 3യെ 12ലേക്ക് മാറ്റാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/3 into 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/12 വരും. പിന്നെ വരുന്നത് 1/6 ആണ്. 1/6നെ 12ലേക്ക് മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/6 into 2/2 ദാറ്റ് ഈസ് 2/12. ഇനി നമുക്കിപ്പോൾ കിട്ടിയത് 3/12 plus 4/12 plus 2/12. ഡിനോമിനേറ്റേഴ്സ് 3ഉം 12 സെയിം ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ കോമൺ ഡിനോമിനേറ്റർ എഴുതുക 12. ഇനി മുകളിൽ കാണുന്ന ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 3 plus 4 plus 2 ദാറ്റ് ഈസ് 9/12. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതെങ്ങനെയാണ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം 1/4 plus 1/3 എത്രയാണ് വരുമെന്ന് നോക്കാം. അപ്പോൾ 1/4 plus 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 3 ദാറ്റ് ഈസ് 12 ഡിനോമിനേറ്റർ ആയിട്ട് ആദ്യം എഴുതുക. എന്നിട്ട് അതിന് ശേഷം ന്യൂമറേറ്റേഴ്സ് എഴുതുമ്പോൾ ക്രോസ് ആയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 1/4ൻ്റെ 1ഉം 1/3യുടെ 3ഉം 1 into 3 ദാറ്റ് ഈസ് 3 പ്ലസ് 1/3യുടെ 1ഉം 1/4ൻ്റെ 4ഉം 1 into 4 4. അപ്പോൾ 3 plus 4 divided by 12 ദാറ്റ് ഈസ് 7/12 വരും. പിന്നെ വരുന്നത് 7/12നോട് 1/6 കൂടി ആഡ് ചെയ്യാം. 3 ഫ്രാക്ഷൻസ് ഉണ്ട്, 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 7/12 കിട്ടിയത്. ഇനി അതിനോട് 1/6 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 7/12 പ്ലസ് 1/6. ഇപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്യണമെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 12 into 6 ദാറ്റ് ഈസ് 72. ഇനി ന്യൂമറേറ്റർ എഴുതുമ്പോൾ 7 into 6 42 പ്ലസ് 1 into 12 ദാറ്റ് ഈസ് 42 പ്ലസ് 12 divided by 72 ദാറ്റ് ഈസ് 54 divided by 72. ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക്
6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 54/6 ആയിട്ട് നമുക്ക് കിട്ടുന്നത് 9 ആണ്. അതുകൊണ്ട് തന്നെ 72/6 വരുമ്പോൾ 12 വരും. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 9/12 വരും. ഇനി ഡിഡക്റ്റിംഗ് ഫ്രാക്ഷൻസ് അത് ഇതേപോലെ തന്നെയാണ്, സൈൻ മാത്രമേ മാറുന്നുള്ളൂ. നമുക്ക് നോക്കാം. 2/3 മൈനസ് 1/3. 2/3 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ സെയിം ഡിനോമിനേറ്റർ എഴുതുക 3. മുകളിൽ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1/3 വരും. ഇനി അടുത്ത രണ്ടാമത്തത് 1/2 മൈനസ് 1/6. 1/2 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ LCM കാണും. 2 6 കോമൺ ആയിട്ട് പോകുന്നതുണ്ട്, 2 എന്ന് എഴുതുക. അപ്പം 2-ന് നേരെ 1 എഴുതുക, 6-ന് നേരെ 3 എഴുതുക. ഇനി വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1-ന് നേരെ 1, 3-ക്ക് നേരെ 1. അപ്പോൾ LCM വരുന്നത് 2 × 3 ദാറ്റ് ഈസ് 6 വരും. ഇനി 1/2-നെ നമ്മൾ 6-ലേക്ക് മാറ്റാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 × 3/3 ദാറ്റ് ഈസ് 3/6 വരും. അപ്പോൾ നമുക്ക് വരുന്നത് 3/6 മൈനസ് 1/6 ആണ് വരിക. അപ്പോൾ 3/6 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, 6 ആണ്. അതുകൊണ്ട് തന്നെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക 6. ന്യൂമറേറ്റർ എഴുതുക 3 മൈനസ് 1 ദാറ്റ് ഈസ് 2/6 വരും. ഇനി ഇത് തന്നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ ഇതേ പ്രോബ്ലം തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ആദ്യം 1/2 മൈനസ് 1/6 ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 6 12 അത് ആദ്യം എഴുതുക. അതിനുശേഷം ന്യൂമറേറ്റർ എഴുതുമ്പോൾ ആദ്യത്തെ 1/2-ൻ്റെ 1-ഉം 1/6-ൻ്റെ 6-ഉം 1 × 6 6 മൈനസ് ആണിത്, അതുകൊണ്ട് മൈനസ് ഫിഗർ കൊടുക്കുക. 1 × 2 ദാറ്റ് ഈസ് 2 ദാറ്റ് ഈസ് 4/12 വരും. അതിന് റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/6 വരും. ഇനി മൾട്ടിപ്ലൈയിങ് ഫ്രാക്ഷൻസ് അത് സിമ്പിളാണ്. 1/4 × 1/4 രണ്ടും പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1, 4 × 4 16. 1/2 × 1/4, 1 × 1 1, 2 × 4 8. അടുത്തത് 1/2 × 1/4 × 2/3. നമ്മൾ ആദ്യം എഴുതേണ്ടത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 × 2 ദാറ്റ് ഈസ് 2 ഡിവൈഡ് ബൈ 2 × 4 × 3 ദാറ്റ് ഈസ് 24. അടുത്തത് ഒരു അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടിയാണ് ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ ഇത് തന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.